നല്ല സിനിമയാണ്, അടിപൊളി പടം. നിങ്ങൾക്ക് തോന്നുന്നു? സൂപ്പർ ആയിരുന്നു. എല്ലാരും പറയുന്നത് ഇതുവരെ കാണാത്ത രാജേട്ടനാണ് പടത്തിൽ കാണാൻ പറ്റിയത്. എങ്ങനെ എനിക്ക് തന്നെ രാജേട്ടനോട് ഇഷ്ടമുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയാണ്. കാരണം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു കഥാപാത്രവും അദ്ദേഹം അല്ലെങ്കിൽ ഒരു സ്റ്റാറി ഇമേജ് ഇല്ലാത്ത ഒരു നോർമൽ മാനായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നതിൻ്റെ സുഖമുണ്ട്. ഭയങ്കര രസമുണ്ട്. ഭയങ്കര വളരെ മിനിമം ഡയലോഗ്സേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ അത് ഭയങ്കര ഒരു സംഘർഷമൊക്കെ എപ്പോഴും ഫീൽ ചെയ്യുന്ന ഉള്ളിലൊരു എപ്പോഴും ഭയങ്കര ഇൻറ്റൻസ് ഒരു ഫീൽ തരുന്ന ഒരു കഥാപാത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അദ്ദേഹം ഭയങ്കര നല്ല പെർഫോമൻസാണ്. അതുപോലെ ഒരുപാട് കൂടെയുള്ള ആക്ടേഴ്സും എല്ലാവരും നന്നായിരുന്നു. ടെക്നിക്കലി ഒത്തിരി നല്ല സിനിമയാണ്. കുട്ടികളാണ് അതിനകത്ത് ഏറ്റവും തകർത്ത് അഭിനയിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് നമുക്കൊരു എന്താ പറയുന്ന ഒരു ട്വിസ്റ്റ് വരുന്നത്. നല്ല രസമുണ്ട്. ആ ഒരു കോംബോ നമുക്ക് ശരിക്കും ഒരു കംബാക്ക് ഫിലിം പോലെ എനിക്ക് തോന്നി. നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത് ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂവി അല്ല പൃഥ്വിരാജ് പാർവതി കോംബോ. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ തമ്മിലുള്ള ആ ഒരു അഭിനയം ഉണ്ടല്ലോ, ആ ഒരു കോംബോ അത് നല്ല രസമായിട്ട് തോന്നി. സൂപ്പർ. ഇതിലെ മ്യൂസിക്കാണ് അടിപൊളി. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സിനിമ പോലെയല്ലല്ലോ, വളരെ വ്യത്യസ്തമായ ഒരു പടം. പൃഥ്വിരാജിൻ്റെ വേറൊരു പടം, പൃഥ്വിരാജും പാർവതി കോമ്പിനേഷൻ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മ്യൂസിക്, പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൈറ്റ്. രാജേഷ്ടം കത്തിച്ച് വിട്ടു. കുടുംബ പ്രേക്ഷകർക്കും കൂടിയിട്ട് കാണാനുള്ള ഒരു സിനിമയാണ്. ക്രൈം ത്രില്ലറാണ് മൂവി. പൃഥ്വിരാജിൻ്റെ വ്യത്യസ്തമായൊരു വേഷമാണ്. സോഷ്യൽ റെലവൻറ്റ് ഇഷ്യൂസ് പറയുന്നുണ്ടോ പടം? പറയുന്നുണ്ട്. എല്ലാവരും പോയി കാണണം. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ പടത്തിൽ? ഒരു സാധാരണ ഒരു ബാങ്ക് ജീവനക്കാരനായ സർക്കാർ ജീവനക്കാരനായ ഒരാളെ ഒരു ബാങ്ക് കവർച്ചയുടെ ആ ഒരു ഇതാണ് പറയുന്നത് കഥ. ത്രില്ലർ മൂവിയാണ്. ആക്ഷൻ ഒക്കെ ഉണ്ടോ പടത്തില്? ആക്ഷൻ ഫാമിലി എലമെന്റ്സ് ഉണ്ട്. ഫാമിലി എലമെന്റ്സ് ഉണ്ട്. ആണ്. എനിക്കിഷ്ടപ്പെട്ടു പടം. അടിപൊളിയല്ലേ? പൃഥ്വിരാജും പാർവതി തിരുവോത്തും ഒരു ഇടവേളയ്ക്ക് ശേഷം വന്ന് കത്തിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ പൊളിയാണ്, വേറെ ലെവലാണ്. കാരണം ഇതിൻ്റെ കഥ പറയുന്നത് ഭയങ്കര നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിൽ ഗൗരവമേറിയ സബ്ജക്റ്റ്. ഈ പറഞ്ഞ പോലെ ജയല മറ്റേ അമ്മായി പറഞ്ഞ പോലെ ഐഡിയെന്ന് വെച്ചാൽ എണ്ണ ഐഡി എന്ന് പറഞ്ഞ പോലെ മൊത്തം ഇടിയായിരുന്നു. ഫാൻസിന് രോമാഞ്ചം മൊമെന്റ്സ് ഉണ്ടോ? ഫാൻസ് പടമല്ല ആക്ച്വലി, എനിക്ക് അങ്ങനെയായിട്ട് തോന്നിയില്ല. പക്ഷേ രാജുവേട്ടൻ ഒരു ഓറയുണ്ടല്ലോ ഉള്ള വർക്കൗട്ടായിട്ടുണ്ട്. ഫാൻസിന് ഫാമിലിക്കും എല്ലാവർക്കും ഒരുപോലെ ഫാമിലിക്ക് ഇഷ്ടപ്പെടാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആക്ഷൻ എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ റോട്ടിലും ലിഫ്റ്റിലും ബസ്സിലും റോട്ടിലും കോംപ്ലക്സിലും എല്ലാത്തിലും ഇടിയല്ലേ. അതെ, ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആണ്. തിയേറ്ററിക്കൽ വാച്ചാണ് മസ്റ്റായിട്ട്. പടത്തിൽ അടിപൊളി പടമാണ്. പൃഥ്വിരാജിൻ്റെ നല്ല ക്യാരക്ടറാണ് ഇതിനകത്ത്. നമ്മൾ വ്യത്യസ്തമായ ക്യാരക്ടറാണ്. ഒരാൾക്ക് ശേഷം പൃഥ്വിരാജിന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആണ്. കാരണം പൃഥ്വിരാജ് എപ്പോഴും കൂടുതൽ രണ്ട് കാര്യങ്ങൾ. ഇത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്യാരക്ടറാണ്. പക്ഷേ ഇമോഷണൽ എല്ലാം ഉണ്ട്, എല്ലാം അടിപൊളിയാണ്. ആ രണ്ട് പിള്ളേർ അതെല്ലാം അനുഭവിച്ച് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പടം സെക്കൻഡ് ഹാഫ് തകർത്തടിച്ചു. നല്ല ക്യാരക്ടർ. പിന്നെ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഈ സിനിമയിൽ എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഒരു ചെറിയൊരു സ്ക്രീൻ പ്രസൻറ്റ് കിട്ടി. അതിനായി സിനിമയിൽ ഞങ്ങൾ കണ്ടു. അതിൽ ഭാഗമാകാൻ പറ്റിയത് താങ്ക്സ് ഫോർ കിസാൻ സാർ. നമുക്കൊരു ഇത് തന്നേന്, സ്ക്രീൻ പ്രസൻറ്റ് തന്നേന്. നമ്മൾ പറയണമല്ലോ, നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മളതിൽ വളരെ സന്തോഷമല്ലോ. നമ്മളും ഒരു ടി വിയിൽ വലിയ സ്ക്രീനിൽ നമ്മുടെ മുഖം കാണാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളും ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി, ഞങ്ങൾ നന്ദി പറയുന്നു. വളരെ നല്ല പടമാണ്. വളരെ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു മൂവിയാണ്. നമുക്കതിൽ കണ്ടിരിക്കാൻ തന്നെ നല്ല ലാഗൊന്നുമില്ലാതെ നല്ല ത്രില്ലായിട്ടുള്ള നല്ല ആക്ഷൻ, നല്ല ഫാമിലി പടമാണ്. തീർച്ചയായിട്ടും ഇതുവരെ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ആറ്റിറ്റ്യൂഡ്, ഒരു ക്യാരക്ടറാണ് പൃഥ്വിരാജ് ചേട്ടൻ ഇതിൽ നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ഭാഗം കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. അതിന് നമ്മൾ ആത്മാർത്ഥമായിട്ട് സന്തോഷം. പിന്നെ ഇതിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല കോപ്പറേറ്റീവ്, എല്ലാവരും നല്ല ഹെൽപ്പിംഗ് മൈൻഡായിരുന്നു.